അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1358. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ദർദാഇ റളിയല്ലാഹു അൻഹു അൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മാ മിൻ ഷൈഇൻ, ഒരു കാര്യവുമില്ല, അത്ഖലു ഫിൽ മീസാനി, മീസാനിൽ ഏറ്റവും കനം കൂട്ടുന്ന ഒരു അമലും തന്നെ ഇല്ല, മിൻ ഹുസ്നിൽ ഖുലുഖി, സൽ സ്വഭാവത്തേക്കാൾ. നന്മതിന്മകൾ തൂക്കുമ്പോൾ തുലാസിൽ ഏറ്റവും കനം കൂട്ടുന്ന അമല് സൽ സ്വഭാവമാണെന്നാണ് ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്വഭാവം നന്നാവണം, അതാണ് ഏറ്റവും പ്രധാനം. അത് വളരെ കനം കൂട്ടുന്നൊരു അമലാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ തീബുൽ കലാം, നല്ല സംസാരം. അപ്പം എല്ലാവരോടും നല്ല രൂപത്തിൽ സംസാരിക്കുക, നല്ല പെരുമാറ്റം, എപ്പോഴും മുഖത്ത് പുഞ്ചിരി ഉണ്ടാവുക, ഇതൊരു മുസ്ലിമായ മനുഷ്യന്റെ സ്വഭാവമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കയറത്ത് സംസാരിക്കുമ്പോൾ, അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ, മറിച്ച് തിരിച്ച് നമ്മൾ അതിൻ്റെ ഡബിൾ കൊടുക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. അവിടെ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവണം. നമ്മൾ തോൽക്കാൻ തയ്യാറായാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഇനി വീട്ടിലായാലും പുറത്തായാലും അയൽവാസികളോടായാലും എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ ആ വിഷയം എത്രയോ നല്ല നിലക്ക് പരിഹാരമാവും. അതൊരു മുഅ്മിന മനുഷ്യന് ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ്. നമ്മൾ തോറ്റുകൊടുക്കാൻ തയ്യാറാവുക. ഇത്തരം വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ അത് വലിയൊരു സൽ സ്വഭാവത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെ സ്വഭാവം നന്നായവനാണ് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുക. അതിന് ഏറ്റവും നല്ല മാർഗമാണ് വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. ഖുർആൻ കൂടുതൽ ഓതുമ്പോൾ നമ്മുടെ മനസ്സിന് മാറ്റം വരും, നമ്മുടെ സ്വഭാവം നന്നാവും. അപ്പോൾ ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവണം. അല്ലാഹു തആല അത്തരം സൽ സ്വഭാവികളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം.